കോഴിക്കോട് ദേശീയപാതയിൽ ടോൾ പിരിവിലേക്ക് നീങ്ങുകയാണ്. വെങ്ങളം രാമനാട്ടുകര റീച്ച് പന്തീരങ്കാവിലെ ടോൾ പ്ലാസയിൽ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി. ട്രയൽ റൺ ഇന്ന് തുടങ്ങുമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പന്തീരങ്കാവിൽ സ്ഥാപിച്ച ടോൾ പ്ലാസ ഔദ്യോഗിക രേഖകളിൽ ഒളവണ്ണ ടോൾ പ്ലാസ എന്നാകും ഇനി അറിയപ്പെടുക. കൂടുതൽ വിവരങ്ങളുമായി എം രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ടോൾ പിരിവിനുള്ള ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരം? തീർച്ചയായിട്ടും ട്രയൽ റൺ ഏകദേശം ഇന്ന് ആരംഭിക്കുമെന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 1700 കോടിയോളം രൂപ ചെലവിലാണ് ഇത്തരത്തിലൊരു പന്തീരങ്കാവിൽ ടോൾ പ്ലാസ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ദേശീയപാത നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ തുക ചെലവായി എന്നുള്ളതാണ് ഈ ടോൾ പ്ലാസയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഏകദേശം 19ഓളം ഫ്ലൈ ഓവറുകൾ വേണ്ടി വന്നു എന്നുള്ളതാണ്. 1700 കോടി രൂപ ചെലവിലാണ് ഇത്തരത്തിൽ ദേശീയപാത ഈ വെങ്ങളം രാമനാട്ടുകര റീച്ച് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 കിലോമീറ്ററിന് ഏകദേശം 63 കോടിയോളം രൂപ ചെലവായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിരക്കുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു സാധാരണ കാറ് പോലുള്ള വാഹനങ്ങൾക്ക് ഏകദേശം ഒരു വശത്തേക്ക് 90 രൂപയും 2 വശത്തേക്കുമായി വരുമ്പോൾ ഏകദേശം 300ഓളം രൂപയുമാണ് ടോൾ പിരിവ് വരുന്നത്. ഇതുകൂടാതെ വ്യത്യസ്ത നിരക്കുകളിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ടോൾ തുക സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാന നാട്ടുകാരുടെ പ്രശ്നമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് തൊട്ടടുത്തുള്ള വീടുകളിലേക്കും മറ്റും ആളുകൾക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും മറ്റുമുണ്ടായിരുന്നു. 20 കിലോമീറ്റർ പരിധിയിൽ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചെറിയ ഇളവുകളും നൽകിയിട്ടുണ്ട്. പ്രതിമാസ പാസ് എന്നുള്ള രൂപത്തിൽ 345 രൂപയായിരിക്കും. അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഈ ഒരു ദിവസം തന്നെ കടന്നു പോകാവുന്ന ഒരു സാഹചര്യവും ദേശീയപാത അതോറിറ്റി ഒരുക്കിയിട്ടുണ്ട്. അതേസമയം സർവീസ് റോഡുകളുടെ പ്രവൃത്തി പൂർണ്ണമായും തീർന്നിട്ടില്ല എന്നുള്ളതിനാൽ അത്തരത്തിലുള്ള ചില ആശങ്കകളും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ നേരത്തെ തന്നെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങളിലേക്ക് മറ്റു കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് ഇനി ഈ ഒരു ട്രയൽ റൺ പൂർത്തിയാക്കി ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ നമുക്ക് അറിയാനുള്ളത്. ശരി, എന്തായാലും ടോൾ പിരിവിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ട്രയൽ റൺ ആരംഭിക്കുകയാണ്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.